Good evening. Welcome to CML Infotech. Today we are talking about access control list from CCMM. Last session നമ്മൾ പറഞ്ഞത് access list, standard access list definition, standard access ലിസ്റ്റിനകത്ത് സോഴ്സ് മാത്രമേ ഫിൽട്ടർ ചെയ്യൂ, ഡെസ്റ്റിനേഷൻ ഫിൽട്ടർ ചെയ്യില്ല. അതിൽ നമ്മളൊരു സിംഗിൾ ഹോസ്റ്റ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തത്. പിന്നെ ഇംപ്ലിസിറ്റ് ഡിനൈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. നമ്മൾ കോൺഫിഗർ ചെയ്ത ആക്സസ് ലിസ്റ്റിന്റെ താഴെ ഉള്ള ബാക്കി എല്ലാത്തിനെയും അത് ഡിനൈ ചെയ്യും. അപ്പം അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ പെർമിറ്റ് എനി സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. ഓക്കെ, സോ അതായത് നമ്മൾ ലാസ്റ്റ് ദിവസം പറഞ്ഞത് സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ്, എക്സ്റ്റെൻഡഡ് ആക്സസ് ലിസ്റ്റ്, then wildcard mask, class A, B, C, the default wildcard mask. ഇനി നമുക്ക് ഇങ്ങനെ ഒരു സിനാരിയോ നോക്കാം. ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ ഡിസൈൻ. എന്തെങ്കിലും ആക്സസ് ലിസ്റ്റ് ഓൾറെഡി R2-നകത്ത് ഉണ്ടോ നോക്കട്ടെ. R2 enable show access list. യെസ്, ഓൾറെഡി ഒരു ആക്സസ് ലിസ്റ്റ് 10 ഉണ്ട്. അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോ ആക്സസ് ലിസ്റ്റ് 10. ആക്സസ് ലിസ്റ്റ് 10 റിമൂവ് ചെയ്യും. ഷോ ആക്സസ് ലിസ്റ്റ് ഇല്ല. ഷോ റൺ അടിച്ചാൽ ഇന്റർഫേസ് F00 ഒരു ആക്സസ് ലിസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് F00 കയറി റിമൂവ് ചെയ്യുക. കോൺഫിഗ് F000 നോ, പിന്നെ ആ സെയിം സ്റ്റേറ്റ്മെന്റ് ഒന്നും കൂടെ അടിച്ചിട്ട് ഇപ്പം ആർക്കും എവിടെയും ആക്സസ് ലിസ്റ്റ് ഇല്ല. ഓക്കെ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സിസ്റ്റം ഇപ്പം ലെറ്റ്സ് സേ 10.2 നിന്ന് 30.2 ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഡിനൈ ചെയ്ത്. ഇപ്പം 10.2 നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. നമ്മൾ 10.2 അതായത് PC1 കയറി. ഇതാണ് ഇതിൻ്റെ IP 10.2. ഡെസ്ക്ടോപ്പിൽ നിന്ന് കമാൻഡ് പ്രോംപ്റ്റ് IP config. ഈ സിസ്റ്റത്തിൻ്റെ IP 10.2, പിങ് 192.168.30.2. .3 40.2 40.3. ഓക്കെ, എല്ലാവരുമായിട്ട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്. ഇത് നമ്മുടെ രണ്ട് റൗട്ടർ R1 R2. ഇവിടെ ഇതിൻ്റെ താഴെ 30.2 ഉണ്ട്, 30.3 ഉണ്ട്. ഇവിടെ നമുക്ക് 10.2 ഉണ്ട്, 10.3 ഉണ്ട്. സെയിം നമുക്കിവിടെ ഒരു സ്വിച്ചും കൂടെ ഉണ്ട്, 40.2 40.3. ഇത് നമ്മുടെ F00. നമ്മുടെ ചോദ്യം ഇതാണ്. deny traffic from 192.168 10.2 and 10.3. അപ്പോൾ എത്ര IP ആയി? 2 IP.
to 192.168 30.0/24 and permit all other. ബാക്കിയുള്ള എല്ലാവരെയും പെർമിറ്റ് ചെയ്യണം. ഇതാണ് ചോദ്യം. ഇതിനകത്ത് ഫ്രമിൽ 2 കമ്പ്യൂട്ടർ ഉണ്ട്. 10.2ഉം 10.3യും ഡിലേ ചെയ്യണം. അതായത് 10.4, 10.5, 10.6 എന്നൊക്കെ പറയുന്ന ബാക്കിയുള്ള സിസ്റ്റംസ് ഒക്കെ പെർമിറ്റ് ചെയ്യണം. അപ്പോൾ ഒറ്റ ഹോസ്റ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു ഓപ്ഷനാണ് ഹോസ്റ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കാൻ വേണ്ടി. ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാകുമ്പോൾ നമ്മളത് എങ്ങനെ ഡിഫൈൻ ചെയ്യും? അപ്പം അതിന് നമുക്ക് ഒരു കാൽക്കുലേഷൻ പഠിക്കണം, വൈൽഡ് കാർഡ് മാസ്ക് വെച്ചിട്ടുള്ള. അപ്പം അതിനു വേണ്ടി let's say അതിന് നമ്മൾ ബ്ലോക്ക് സൈസ് എന്നാണ് പറയുക. ഓക്കെ, ബ്ലോക്ക് സൈസ്. ഇത് നമ്മുടെ ബ്ലോക്ക് സൈസ് വന്നിട്ട് 1, 2, അതായത് നമ്മളെ 2⁻⁴ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എഴുതുക. 1 കഴിഞ്ഞാൽ പിന്നെ 2, 4, 8, 16, 32, 64, 128. ഇതാണ് നമ്മൾ 2⁻. ഇനി ഇതിന് നേരെ, അതായത് ഒരു അഡ്രസ്സ് ബ്ലോക്ക് ചെയ്യണം. സിംഗിൾ അഡ്രസ് ആണ് ബ്ലോക്ക് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ വൈൽഡ് കാർഡ് 0 വരണം. ഓക്കെ, ഈ വാല്യൂടെ ബ്ലോക്ക് സൈസ് വാല്യൂടെ -1 ആണ് അതിന്റെ റെസ്പെക്റ്റീവ് വൈൽഡ് കാർഡ് മാസ്ക്. ഫോർ എക്സാമ്പിൾ 2 അഡ്രസ്സ് ബ്ലോക്ക് ചെയ്യണമെങ്കിലോ അതിന്റെ -1. അപ്പോൾ 4 ആണെങ്കിൽ 3, 8 ആണെങ്കിൽ 7, 16 നമ്പേഴ്സ് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ അതിന്റെ വൈൽഡ് കാർഡ് 15. എല്ലാത്തിൻ്റെയും -1. ഇതിന്റെ 31, 63, 127. അതായത് അതിന് താഴെ 128 ഡബിൾ എത്ര വരും? 256. അപ്പം അതിൻ്റെ വൈൽഡ് കാർഡ് 255. അതായത് എനിക്ക് 256 അഡ്രസ്സ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ റെസ്പെക്റ്റീവ് വൈൽഡ് കാർഡ് 255 ആയാലും മതി. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് എഴുതി നോക്കാം. ഇതിനെ ബ്ലോക്ക്, ഇതിനെ വൈൽഡ് കാർഡ് മാസ്ക്. നമുക്ക് ആദ്യം ബ്ലോക്ക് സൈസ് 1 എഴുതാം. ബ്ലോക്ക് സൈസ് 1, അതിന്റെ വൈൽഡ് കാർഡ് മാസ്ക് 0. ഈ ബ്ലോക്ക് സൈസ് 1 എന്ന് പറയുമ്പോൾ എനി IP ഫ്രം 1 to 254. ഉദാഹരണത്തിന് എക്സാമ്പിൾ എൻ്റെ ഒരു IP 1.1.1.1. ഈ 1 എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പോൾ അതിന്റെ വൈൽഡ് കാർഡ് 0, 0, 0, 0. ഈ ആദ്യത്തെ 0 ആദ്യത്തെ 1ന് മാച്ച് ആക്കുന്നത്, രണ്ടാമത്തെ 1ന് ഈക്വലന്റ് ആയിട്ട് രണ്ടാമത്തെ 0. ഇവിടെ ഇപ്പോൾ 0 വരാൻ കാരണം ഞാൻ ഡിഫൈൻ ചെയ്ത 4 വാല്യൂ 1, 1, 1, 1 ആണ്. അതുകൊണ്ട് അതിന്റെ വൈൽഡ് കാർഡും 0, 0, 0, 0. ഇനി ഒരു ഉദാഹരണത്തിന് 150 ക്ലാസ് B അഡ്രസ് 10.
25.254. അപ്പോൾ ഇതിന്റെ വൈൽഡ് കാർഡ് എത്ര വരും? 150 എന്ന് പറയുന്നത് do not think that it's 3 digit. No, this is 1 octet. 1 octet-നെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 150 സിംഗിൾ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ട് 0 0 0 0. ഇനി എൻ്റെ അടുത്ത അഡ്രസ് എക്സാമ്പിൾ 192 168 35.254 or 250. ഇതിനകത്ത് എനിക്ക് 192 എന്ന് പറയുന്നത് 4 ഓക്റ്ററ്റ്. ഓരോ ഓക്റ്ററ്റും സിംഗിൾ ഡിജിറ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Single digit means do not think that one digit, 9 another digit, 2 another. No, it's not like this. 192 single value from one octet. So 0.0.0.0. So any address from 1 to 254, if represent as a single digit value, then we consider that is as 0. So നമുക്ക് ബ്ലോക്ക് സൈസ് 2 കൂടെ പഠിക്കുമ്പോൾ ഒന്നും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പോൾ ബ്ലോക്ക് സൈസ് 2 എന്ന് പറയുന്നത് let's say block size 2. അപ്പോൾ അതിന്റെ വൈൽഡ് കാർഡ് മാസ്ക് 1. ഇതിന്റെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് എപ്പോഴും വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്ന് എൻഡ് ചെയ്യുന്നത് 255. അപ്പൊ ഇവിടെ നമ്മളൊരു ബ്ലോക്ക് സൈസിനകത്ത് 2 ഡിജിറ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പൊ 0 1. അപ്പൊ ഇവിടത്തേക്ക് 2 ആയി. അടുത്തത് 2 3 4 5 6 7 8 9. 0 മുതൽ തുടങ്ങും, 2 ഡിജിറ്റ് ആയി കഴിഞ്ഞാൽ ആ ബ്ലോക്ക് തീർന്നു. അങ്ങനെ നമ്മൾ താഴത്തേക്ക് 254 255 ഇവിടം വരെ വരും. അപ്പം നമ്മൾ എഴുതുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു ബ്ലോക്കോ പെർമിറ്റോ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അപ്പം നമ്മൾ ബ്ലോക്കോ പെർമിറ്റോ ചെയ്യേണ്ട വാല്യൂ ഈ പറയുന്ന ബ്ലോക്ക് സൈസിൽ മാച്ചായി വരുവാണെങ്കിൽ, ഉദാഹരണത്തിന് 6ഉം 7ഉം മാച്ചായി വരുവാണെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ തീർക്കാം. ഓക്കെ, ഉദാഹരണത്തിന് നമുക്ക് നോക്കാലോ. ഉദാഹരണത്തിന് എൻ്റെ ചോദ്യം ഇതാണ്: deny traffic from 198.168.10.2 and 198.168.10.3. എങ്ങോട്ടാണ് നമുക്ക് ഡിനൈ ചെയ്യേണ്ടത്? 198.168.30.0/24. പെർമിറ്റ് ഓൾ അതേഴ്സ്, ബാക്കിയുള്ളവരൊക്കെ പെർമിറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ നമ്മൾ നോക്കേണ്ടത്, ഇതിനകത്ത് സോഴ്സും പറയുന്നുണ്ട്, സോഴ്സ് 10.2 10.3 പറയുന്നുണ്ട്, ഡെസ്റ്റിനേഷൻ 30 പറയുന്നുണ്ട്. പക്ഷെ സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റ് ആയതുകൊണ്ട് ഡെസ്റ്റിനേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഡെസ്റ്റിനേഷന് ക്ലോസ് ആയിട്ട് വേണം നമ്മൾ ഇത് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ഡെസ്റ്റിനേഷൻ ക്ലോസ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ 30, ഇവിടത്തേക്ക് പോകണ്ട എന്നാണ് പറയുന്നത് 10.2. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഇവിടെ കയറി അപ്ലൈ ചെയ്യണം. ഈ ഇന്റർഫേസിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യണം. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സോഴ്സ്, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് 10.2 10.3 ഡിനൈ ചെയ്യുക സോഴ്സ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതാം. സ്റ്റേറ്റ്മെന്റ് എവിടെ എഴുതണം? R2 എഴുതാം. ആക്സസ് ലിസ്റ്റ്, ഇതാണ് ആക്സസ് ലിസ്റ്റ്. 1 മുതൽ 99 ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ, എക്സാമ്പിൾ 55, പിന്നെ ഡിനൈ. അടുത്തത് 192.168.10. ഇവിടെ നമ്മുടെ ചോദ്യപ്രകാരം 10.2ഉം 10.3ഉം. അപ്പൊ ഇതിൽ 2ഉം 3ഉം നമ്മുടെ സിംഗിൾ ബ്ലോക്ക് സൈസിൽ വരും. സിംഗിൾ ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 2ഉം 3ഉം വരുന്ന ബ്ലോക്ക് സൈസ്
ഇതാണ് 2 ഉം 3 ഉം വരുന്ന ബ്ലോക്ക് സൈസ്. അപ്പോൾ ഒറ്റ ബ്ലോക്കിൽ കിട്ടും നമുക്ക്. അപ്പോൾ ഇത് ബ്ലോക്ക് സൈസ് 2ലാണ് 2 ഉം 3 ഉം വരുന്നത്. അപ്പോൾ ബ്ലോക്ക് സൈസ് 2-ൽ 2 ഉം 3 ഉം വരണമെങ്കിൽ അതിന്റെ റെസ്പെക്റ്റീവ് വൈൽഡ് കാർഡ് എത്ര വരണം? 1 വരണം. എന്ന് വെച്ചാൽ (10.2) ഇതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ട് വൈൽഡ് കാർഡ് എഴുതണം. ഇവിടെ 192 സിംഗിൾ ഡിജിറ്റ് ആണ്. കാരണം 10.2-ലും 10.3-ന്റെയും സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ 3 ഡിജിറ്റ് സിംഗിൾ ഡിജിറ്റ് ആണ്. 192, 168, 10. നാലാമത്തെ ഒക്ടറ്റിലെ വാല്യൂ ആണ് 2 ഉം 3 ഉം ആയിട്ട് മാറുന്നത്. 2 ഉം 3 ഉം ഒരു ബ്ലോക്കിൽ കിട്ടുന്നത് കൊണ്ട് നമ്മൾ എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. ഇത് മനസ്സിലായി? ഇതാണ് നമ്മളോട് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ 0 ബിക്കോസ് ഓഫ് 192. 192, 168, 10.2-ലും 192, 168, 10.3-ലും ആദ്യത്തെ 192, 168, 10 മാച്ച് ആണ്. അതുകൊണ്ടാണ് നമ്മൾ റെസ്പെക്റ്റീവ് ആയിട്ട് 0 എഴുതിയത് ആദ്യത്തെ 3 എണ്ണത്തിന്. നാലാമത്തെ ഒക്ടറ്റ് വെറും 2 മാത്രമാണെങ്കിൽ നമുക്കിവിടെ 0 എഴുതാം. പക്ഷെ ഇവിടെ 2 വേണം, 3 വേണം. അപ്പൊ 2 ഉം 3 ഉം ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ എഴുതാം എന്ന് പറയാനുള്ള കാരണം 2 ഉം 3 ഉം ബ്ലോക്ക് സൈസ് 2-ലെ സിംഗിൾ ഡിജിറ്റിൽ കിട്ടും. ഇനി എന്റെ ചോദ്യം 3 ഉം 4 ഉം ആണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ എനിക്കിത് സിംഗിൾ ഒക്ടറ്റിൽ കിട്ടില്ല. അപ്പൊ ഞാനത് സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ എഴുതാം. അപ്പൊ ഞാൻ 2 സ്റ്റേറ്റ്മെന്റിൽ എഴുതണം. ഇവിടെ ചോദ്യം 2 ഉം 3 ഉം ആയതുകൊണ്ടും അത് ഒറ്റ ബ്ലോക്ക് സൈസിൽ കിട്ടുന്നത് കൊണ്ടുമാണ് സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ എഴുതുന്നത്. ഓക്കെ, സോ ആക്സസ് ലിസ്റ്റ് നമ്പർ, deny, source network and respective wildcard mask. Enter. ഇനി access list 25 പെർമിറ്റ്, ഡിനയ്ക്ക് പകരം പെർമിറ്റ് ഓൾ അതേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെന്ത് പറയണം? എനി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും. ഇതിന്റെ F00 കയറിയിട്ട് R2-ടെ IP ആക്സസ് ഗ്രൂപ്പ് 55 ഔട്ട്, പുറത്തുനിന്ന് വരുന്നത്. ഇതാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് 2 സിസ്റ്റമേ ഉള്ളൂ നമ്മുടെ സിനാരിയോക്കകത്ത്. നമുക്ക് ഒരു സിസ്റ്റം കൂടെ ഇടാം. ഇതിനകത്ത് 10.2 ഉം 10.3 മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു സിസ്റ്റം കൂടി ഇടട്ടെ. ഒരു PC ഇവിടെ ഇടാം. ഇതിന്റെ ഈത്തർനെറ്റ് എന്ന് ഞാൻ ഇതിന്റെ പോർട്ട് നമ്പർ 4-ലേക്ക് കണക്ട് ചെയ്യുന്നു. F0/4 സ്വിച്ചിന്റെ ഇതിന്റെ സിസ്റ്റം IP 10.4. ഞാൻ ഈ സിസ്റ്റത്തിന് ആദ്യം IP സെറ്റ് ചെയ്യണം. സിസ്റ്റത്തിന് IP സെറ്റ് ചെയ്യാം. ഡെസ്ക്ടോപ്പ് 198, 168, 10.4. ഗേറ്റ് വേ എത്രയായിരുന്നു? 10.254. നോക്കാം. (10.1) ഗേറ്റ് വേ. ഞാൻ ഈ സ്വിച്ചിന്റെ പോർട്ട് കോൺഫിഗർ ചെയ്യണം. അപ്പം അതിന് സ്വിച്ചിനകത്ത് കയറി എനേബിൾ ഷോ റൺ. ഇതെല്ലാം ഡിഫോൾട്ട് VLAN-നകത്താണ്. സ്വിച്ച് ഓക്കെ. അപ്പം ഈ സിസ്റ്റത്തിന്റെ IP 10.4. അപ്പൊ 10.3-ൽ നിന്ന് ഞാൻ 10. എല്ലാത്തിൽ നിന്നും പിങ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ 10.2-ൽ നിന്ന് ഞാൻ ഓൾറെഡി പിങ് ചെയ്തു. 10.3-ൽ നിന്ന് 30.2-ലേക്ക് പിങ് ചെയ്ത് നോക്കാം. ഇതാണ് 10.3 കമാൻഡ് പ്രോംപ്റ്റ്. 10.3 സിസ്റ്റം. ഇതിൽ നിന്ന് പിങ് 192.168, 30.2, 30.3. അപ്പം എൻ്റെ 10.3 സിസ്റ്റത്തിൽ നിന്ന് റീച്ചബിലിറ്റി ഉണ്ട്. ഇനി ഞാൻ എൻ്റെ 10.4 സിസ്റ്റത്തിൽ നിന്ന് ട്രൈ ചെയ്യാം.
10.4 IP config. ഇത് 10.4 സിസ്റ്റം ആണ്. The system, the 10.3, 10.4, 10.4 system, IP config 10.4, ping 192.168.30.2, 30.4. ആ 30.4 എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇല്ലല്ലോ. 30.2, 30.3. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ 10. നെറ്റ്വർക്കിൻ്റെ എല്ലാ സിസ്റ്റവും 10.2ഉം 10.3ഉം 10.4ഉം 30. നെറ്റ്വർക്കിലേക്ക് റീച്ചബിലിറ്റി ഉണ്ട്. ഇതിൽ 10.2ഉം 10.3ഉം പിങ് ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ 10.4 പിങ് ചെയ്യണം എന്നർത്ഥം. അപ്പൊ അതിന് നമ്മളൊരു ആക്സസ് ലിസ്റ്റ് R2 F0/0 എഴുതണം. നമുക്ക് R2ൽ കയറാം. ഷോ ആക്സസ് ലിസ്റ്റ്. ആക്സസ് ലിസ്റ്റ് ഒന്നുമില്ല. ആക്സസ് ലിസ്റ്റ് 55 ഡിനൈ 10.2.0.0.1 എന്ന് പറയുമ്പോൾ 10.2ഉം ബ്ലോക്ക് ആവും, 10.3ഉം ബ്ലോക്ക് ആവും. അതാണ് 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 നമ്പേഴ്സ്. ബാക്കിയുള്ളവരൊക്കെ പെർമിറ്റ് ചെയ്യാൻ വേണ്ടി ആക്സസ് ലിസ്റ്റ് 55 പെർമിറ്റ് എനി F00 IP access group 55 out. Do show access list. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 10.2ഉം 10.3ഉം ഡിനൈ ചെയ്യുക, അതല്ലാത്തതെല്ലാം പെർമിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് പിങ് ചെയ്ത് നോക്കാം. 10.2ൽ നിന്ന് പിങ് ചെയ്ത് നോക്കാം. 10.2 ഡിനൈ ആവണം. കമാൻഡ് പ്രോംപ്റ്റ്. 10.2 സിസ്റ്റം ആണ്. 30.2 ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് അൺറീച്ചബിൾ R2 ആണ് പറയുന്നത്. കാരണം നമ്മൾ ആക്സസ് ലിസ്റ്റ് എഴുതി. ഞാനിവിടെ ആദ്യം 4 പാക്കറ്റ് അയച്ചു, രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് 4, അപ്പോൾ മൊത്തം 8 എണ്ണം. അപ്പം നമുക്ക് ആക്സസ് R2 നോക്കാം. കണ്ടോ, ഡിനൈ സ്റ്റേറ്റ്മെന്റുമായിട്ട് 8 പാക്കറ്റ് മാച്ചായി. ഇനി 10.2ഉം 10.3ഉം അല്ലാത്ത 10.4 പിങ് ചെയ്യുമ്പോൾ പെർമിറ്റ് ഇനിയാണ് മാച്ച് ആവേണ്ടത്. നമുക്ക് 10.4 സിസ്റ്റത്തിൽ കയറാം. അതായത് PC0 IP config 10.4 ആണ് സിസ്റ്റം. 30.2ലേക്ക് പിങ് ഉണ്ട്. അപ്പം 4 പാക്കറ്റ്. 30.3ലേക്കും പിങ് ഉണ്ട്. കാരണം നമ്മൾ പിങ് ചെയ്യുന്ന സോഴ്സ് വന്നിട്ട് 10.4 ആണ്. അപ്പോൾ 8 മാച്ച് പെർമിറ്റ് എനിയിൽ കാണണം. പെർമിറ്റ് എനിയിൽ 8 മാച്ച് കാണണം. 8 മാച്ച്. അപ്പം നമ്മളിവിടെ 10.2ഉം 10.3ഉം മാത്രമേ ഫിൽട്ടർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ആക്സസ് ലിസ്റ്റ് റിമൂവ് ചെയ്യാം. നൗ അപ്ലൈ ചെയ്തത് റിമൂവ് ചെയ്തു. ഇനി ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നോ ആക്സസ് ലിസ്റ്റ് 55 ഡു റൈറ്റ് ഷോ ആക്സസ് ലിസ്റ്റ്. അപ്പം ആക്സസ് ലിസ്റ്റ് ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ PC1 10.2 മുൻപ് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് അൺറീച്ചബിൾ ആയിരുന്നു, ഇപ്പം റീച്ചബിൾ ആയി, കാരണം ആക്സസ് ലിസ്റ്റ് റിമൂവ് ചെയ്തു. ഓക്കെ,
അപ്പം ഇതാണ് നമ്മൾ 2 ഡിജിറ്റ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഡിനേ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ബ്ലോക്ക് സൈസ് 2 ആണ്. ഇനി നമുക്ക് ബ്ലോക്ക് സൈസ് 4 നോക്കാം. ബ്ലോക്ക് സൈസ് 4 എന്ന് പറയുമ്പോൾ ബ്ലോക്ക് സൈസ് 4 എന്ന് പറയുമ്പോൾ വൈൽഡ് കാർഡ് മാസ്ക് 3. അപ്പം എല്ലാ ഡിജിറ്റും തുടങ്ങുന്നത് 0-ൽ നിന്നാണ്. അപ്പം ഒരു ബ്ലോക്കിനകത്ത് 4 ഡിജിറ്റ് വേണം. അപ്പോൾ 0, 1, 2, 3 4 അപ്പോൾ അടുത്ത ബ്ലോക്ക് 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 ഇങ്ങനെ താഴത്തേക്ക് വരും. അങ്ങനെ അവസാനം 255, 254, 252, 253. ഇനി ഇതിന്റെ തൊട്ട് ബാക്ക് എന്ന് പറയുന്നത് 251, 250, 249, 248 4 ഡിജിറ്റ്. ഇതിലൊരു നിങ്ങൾക്കൊരു ഈക്വലൈസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. നോക്കിയേ, 8, 9, 10, 11 കാണുന്നുണ്ടോ? 8, 9, 10, 11 ഇതിങ്ങനെ മാച്ച് ആയിട്ടാണ് പോവുക. 8, 9, 10, 11 അതിൻ്റെ അവസാനത്തെ 8, 9 പിന്നെ 10, 11. ഇതിനെ നോക്കിയേ, 12, 13, 14, 15 അതായത് 2, 3, 4, 5 2, 3, 4, 5. ഓക്കെ, അപ്പം ഞാനൊരു ചോദ്യം എഴുതാം ഇവിടെ. ഇതിനെ ട്രാഫിക് ഫ്രം 190 to 168 10 dot let's say 5 to 5 മുതൽ 12 വരെ ഡിനിയാക്കണം. 2, 190 to 168 30.0. ഇതിൽ നമുക്ക് മാച്ച് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 190 to 168 10 മാച്ച്, 190 to 168 10 മാച്ച്. ഇതിൽ ബാക്കിയുള്ള ഡിജിറ്റ് കണ്ടോ, എവിടെ നിന്ന് എവിടം വരെയാണ്? 5 മുതൽ 12 വരെ. ഓക്കെ, അപ്പം നമ്മൾ ബ്ലോക്ക് സൈസ് നോക്കാം. ബ്ലോക്ക് സൈസ് 2 ബ്ലോക്ക് നോക്കാം. 1, 2 സോറി 0, 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ഞാനിത് എഴുതുവാണ് R2-നകത്ത്. ആക്സസ് ലിസ്റ്റ് 25 ഡിനെ, ആദ്യത്തെ 3 മാച്ച്, ബാക്കി എഴുതുവാണ്. അപ്പം ഇത് നമ്മൾ തുടങ്ങേണ്ടത് 5 അപ്പോൾ ബ്ലോക്ക് സൈസ് നോക്കുമ്പോൾ 6ഉം 7ഉം ഒരു ബ്ലോക്കിൽ വരുന്നു, 5 വരുന്നില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 5, അപ്പോൾ ഇവിടെ എല്ലാം സിംഗിൾ ഡിജിറ്റ് ആയല്ലോ. ഇവിടെ ഈക്വലൻ്റ് ആയിട്ട് 0, 0, 0. അപ്പോൾ 5 ഇവിടെ തീർന്നു. അടുത്തത് 6ഉം 7ഉം, 6 മുതൽ 12. അപ്പോൾ അതിൽ 6ഉം 7ഉം നമുക്ക് ബ്ലോക്ക് സൈസ് 2-ൽ കിട്ടും. അപ്പോൾ ഇവിടെ 6 ഇട്ടിട്ട് 0, 0, 1. അപ്പോൾ ഇതിൽ 6ഉം 7ഉം ആയി. അപ്പോൾ 6ഉം 7ഉം കഴിഞ്ഞ് അടുത്ത ഡിജിറ്റ് എത്രയായി? 8. നോക്കിയേ, 8 മുതൽ 11 വരെ ഒരു ലിസ്റ്റിൽ കിട്ടുന്നുണ്ട്, ഒരു ബ്ലോക്ക് സൈസിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 4 ഡിജിറ്റ്, അതിൻ്റെ ബ്ലോക്ക് സൈസ് 3. അടുത്തത്, അപ്പോൾ ഇവിടത്തേക്ക് 8ന്ന് 4 അപ്പോൾ 8, 4, 8, 9, 10, 11. അപ്പോൾ ഇനി ബാക്കി നമുക്ക് 12 ഉണ്ട്.
12 സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പം 000. ബാക്കി പെർമിറ്റ് ഇൻ. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ബട്ട് the final thought is that the number of statement must be less. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കോപ്പി ചെയ്ത് കൊടുക്കാം. കോപ്പി. ഇതിൽ പറയുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 5 മാത്രം ഡിനി ആയി. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രകാരം 6ഉം 7ഉം ബിക്കോസ് ബ്ലോക്ക് സൈസ് 2 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 8 മുതൽ 11 വരെ ബ്ലോക്ക് സൈസ് 4 കിട്ടി. പിന്നെ 12 സിംഗിൾ ബ്ലോക്ക്. ഓക്കെ, ഇനി നമ്മളിത് R1-ല് R2-നകത്ത് അപ്ലൈ ചെയ്യും. പേസ്റ്റ്. ഡു ഷോ ആക്സസ് ലിസ്റ്റ്. ഇവിടെ നോക്കിയാൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ് 10, 20, 30, 40, 50 തൊട്ട് ഇത് ഓട്ടോമാറ്റിക്കലി വരുന്ന നമ്പറാണ്. ഇതിനെ സീക്വൻസ് നമ്പർ എന്നാണ് പറയുക. ഇടയ്ക്കൊരു 10 ഗ്യാപ്പ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ നമുക്ക് ഈ എഴുതിയ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതണം, അതായത് പെർമിറ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതണം എന്നുണ്ടെങ്കിൽ, പെർമിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മേലെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ നെയിംഡ് ആക്സസ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ കം അപ്പ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആക്സസ് ലിസ്റ്റിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇനി ഇതിനകത്ത് ഇതിപ്പോ ബ്ലോക്ക് സൈസ് 4 ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ബ്ലോക്ക് സൈസ് 8. ബ്ലോക്ക് സൈസ് 8 എന്ന് പറയുമ്പോൾ ബ്ലോക്ക് സൈസ് 8, അപ്പൊ അതിന്റെ വൈൽഡ് കാർഡ് മാസ്ക് എന്ന് പറയുന്നത് 7 എന്ന് വെച്ചാൽ 0 to 7. അപ്പൊ എത്ര 8 നമ്പർ ആയില്ലേ? 0 to 7. അടുത്തത് 8, 8, 9, 10, 11, 12, 13, 14, 15. So 8 to 15 ഇങ്ങനെ ഇൻക്രിമെന്റ് ആയി പോകും. അതാണ് ബ്ലോക്ക് സൈസ് 2, സോറി ബ്ലോക്ക് സൈസ് 8. ഇനി ഇത് തന്നെ ബ്ലോക്ക് സൈസ് 4, 8 ഡബിൾ 16. ബ്ലോക്ക് സൈസ് 16 വൈൽഡ് കാർഡ് മാസ്ക് 15 എന്ന് പറയുമ്പോൾ 0 to 15 16 നമ്പർ. അടുത്തത് 16 to 31. ഇങ്ങനെ ഇത് ഇൻക്രിമെന്റ് ആണ്. അതാണ് ബ്ലോക്ക് സൈസ്. അപ്പം എന്തെങ്കിലും ഒരു ആക്സസ് ലിസ്റ്റ് എഴുതാ ഉണ്ടെങ്കിൽ ആ ആക്സസ് ലിസ്റ്റിന്റെ കണ്ടിന്യൂറ്റീവ് വാല്യൂ 0 to 7 ഉള്ളിൽ ഫുൾ ആണെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ 0 to 7 വരെ തീർക്കാം. അങ്ങനെ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ബ്ലോക്ക് സൈസ്. ബ്ലോക്ക് സൈസ് സ്റ്റാൻഡേർഡ് ആക്സസ് ലിസ്റ്റിനും നെയിംഡ് ആക്സസ് ലിസ്റ്റിനും എക്സ്റ്റെൻഡിനൊക്കെ ഒരേപോലെയാണ്, മാറ്റമൊന്നുമില്ല. Hope you understood the block size value and standard access list. Thank you. Have a good time with us.